ഹലോ ഫ്രണ്ട്സ്, അധ്യാപക പ്രണയത്തിൻ്റെ 6ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിറ്റേന്ന് രാവിലെ രാഘവൻ സ്കൂളിലെത്തിയപ്പോൾ ഹെഡ് മാസ്റ്റർ ഓഫീസിലേക്ക് വിളിച്ചു. മുറിയിൽ ഹെഡ് മാസ്റ്റർ, മാലിനി ടീച്ചർ, 2 സീനിയർ അധ്യാപകർ എന്നിവരും ഉണ്ടായിരുന്നു. രാഘവൻ സാർ, ഇന്നലെ നടന്ന സംഭവത്തിന് വിശദീകരണം നൽകണം, ഹെഡ് മാസ്റ്റർ പറഞ്ഞു. രാഘവൻ ശാന്തനായി നിന്നു. ഞാൻ ചെയ്തത് സ്കൂളിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. മാലിനിക്ക് ദേഷ്യം വന്നു. അല്ല, 2 മനുഷ്യരുടെ ജീവിതം തകർക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. രാഘവനൊന്നും പറയാതെ പുറത്തേക്ക് നടന്നു. അതേസമയം പാലക്കാട് സ്കൂളിൽ നിരഞ്ജൻ അനഘയെ കണ്ടു. ടീച്ചർ, ഒരു സഹായം വേണം. പറയൂ സാർ. എൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അനഘ കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ പറഞ്ഞു, ഒരു കാര്യം ഓർമ്മ വരുന്നു. സ്റ്റാഫ് മീറ്റിംഗിന്റെ ദിവസം ഓഫീസ് ക്ലർക്ക് സുരേഷ് പറഞ്ഞു പുതിയ സാറിനൊപ്പം ഒരു ഫോട്ടോ വേണമെന്ന്. സ്കൂൾ മാഗസിനിലേക്കാണെന്നാണ് പറഞ്ഞത്. നിരഞ്ജൻ ഞെട്ടി. ആ ഫോട്ടോ ശരിക്കും മാഗസിനിൽ വന്നോ? ഇല്ല. പിന്നെയാണ് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയത്. നിരഞ്ജൻ ഉടൻ സുരേഷിനെ അന്വേഷിച്ചു. പക്ഷെ അന്നു മുതൽ സുരേഷ് അവധിയിലാണെന്ന് അറിഞ്ഞു. അതേസമയം വിക്രത്തിന്റെ ഓഫീസിൽ സുരേഷ് ഭയത്തോടെ നിൽക്കുകയായിരുന്നു. സാർ, എനിക്ക് പേടിയാകുന്നു. വിക്രം പറഞ്ഞു. പേടിക്കണ്ട. അവനൊരു കവർ സുരേഷിന്റെ കയ്യിൽ കൊടുത്തു. ഇതിൽ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്. കുറച്ചു ദിവസം ആരുടെയും കണ്ണിൽപ്പെടാതെ ഇരുന്നാൽ മതി. സുരേഷ് ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. വൈകുന്നേരം ഗൗരി വീട്ടിലിരിക്കുമ്പോൾ മാലിനി ടീച്ചർ അവളെ കാണാനെത്തി. ഗൗരി, ഒരു സത്യം പറയാനുണ്ട്. ഗൗരി പ്രതീക്ഷയോടെ നോക്കി. നിരഞ്ജനും അനഘയും ചേർന്ന ഫോട്ടോ. അത് സാധാരണ ഒരു സ്റ്റാഫ് ഫോട്ടോയിൽ നിന്ന് മുറിച്ചെടുത്തതാണ്. ഗൗരി അമ്പരന്നു. എന്താണ് പറയുന്നത്? അതെ, നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ആരോ അത് ചെയ്തത്. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ നിരഞ്ജൻ എന്നെ ചതിച്ചിട്ടില്ലേ? മാലിനി പറഞ്ഞു. ഇല്ല, അവൻ ഇന്നും നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ഗൗരി പൊട്ടിക്കരഞ്ഞു. അതേസമയം പാലക്കാട് നിരഞ്ജന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം എത്തി. സത്യം അറിയണമെങ്കിൽ ഇന്ന് രാത്രി 8 മണിക്ക് പഴയ ഗോഡൌണിലേക്ക് വരിക, ഒറ്റയ്ക്ക്. നിരഞ്ജൻ സന്ദേശം വീണ്ടും വായിച്ചു. ഇതൊരു വലയാകാം. എന്നാലും ഗൗരിയുടെ ജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് അറിയണം. ഞാൻ വരും 8 മണിക്ക്. രാത്രി 8 മണി. പഴയ ഗോഡൌണിന്റെ ഉള്ളിൽ ഇരുട്ട് മാത്രം. നിരഞ്ജൻ പതുക്കെ അകത്തേക്ക് നടന്നു. അപ്പോഴാണ് വെളിച്ചത്തിലേക്ക് ഒരു രൂപം വന്നത്. അത് സുരേഷ്. സുരേഷ്, എന്താണ് നടക്കുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? നിരഞ്ജൻ ചോദിച്ചു. സുരേഷ് ഭയന്ന് ചുറ്റും നോക്കി. സർ, എനിക്ക് അധിക സമയമില്ല. എല്ലാത്തിനും പിന്നിൽ വിക്രമാണ്. നിരഞ്ജൻ ശാന്തമായി കേട്ടു. അവൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തു കൊടുത്തത്. അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷെ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? നിരഞ്ജൻ ചോദിച്ചു. സുരേഷ് ഒരു ദീർഘനിശ്വാസം വിട്ടു. വിക്രം ഒരിക്കലും പ്രണയം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവൻ ഗൗരി ടീച്ചറെയും നിങ്ങളെയും വേർപെടുത്താൻ എന്തും ചെയ്യും. അപ്പോഴാണ് ഗോഡൌണിന് പുറത്തു നിന്നൊരു വാഹനത്തിന്റെ ശബ്ദം കേട്ടത്. സുരേഷിന്റെ മുഖം പേടികൊണ്ട് മാറി. സർ, അവർ വന്നിരിക്കുന്നു. വിക്രമിന്റെ 2 ആളുകൾ അകത്തേക്ക് ഓടിക്കയറി. സുരേഷ്, നിനക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതല്ലേ? സുരേഷ് ഭയന്ന് പിന്നിലേക്ക് മാറി. നിരഞ്ജൻ അവന്റെ മുന്നിൽ നിന്നു. അവനെ തുടരുത്. ചെറിയൊരു തള്ളിക്കയറ്റം നടന്നു. ആ അവസരം നോക്കി സുരേഷ് ഗോഡൌണിന്റെ പിന്നിലെ വാതിലൂടെ ഓടി രക്ഷപ്പെട്ടു. വിക്രമിന്റെ ആളുകളും അവന്റെ പിന്നാലെ ഓടി. നിരഞ്ജൻ നിലത്ത് വീണ ഒരു പെൻഡ്രൈവ് ശ്രദ്ധിച്ചു. അത് സുരേഷിന്റെ പോക്കറ്റിൽ നിന്ന് വീണതായിരുന്നു. അവൻ അതെടുത്തു. ഇതിലെന്തായിരിക്കും? അതേസമയം ഗൗരി വീട്ടിലിരിക്കുകയായിരുന്നു. അവളുടെ ഫോൺ റിങ് ചെയ്തു. അപരിചിതമായ ഒരു നമ്പർ. ഹലോ. മറുവശത്ത് വിറയുന്ന ശബ്ദം. ടീച്ചർ, ഞാൻ സുരേഷാണ്. ഗൗരി ഞെട്ടി. എനിക്കധികം സംസാരിക്കാൻ കഴിയില്ല. നിരഞ്ജൻ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദയവായി അദ്ദേഹത്തെ വിശ്വസിക്കണം. കോള് പെട്ടെന്ന് വിച്ഛേദിക്കപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ നിരഞ്ജൻ തന്റെ ലാപ്ടോപ്പിൽ പെൻഡ്രൈവ് തുറന്നു. അതിൽ നിരവധി ഫയലുകൾ. ഒന്നിനു മാത്രം ഒരു പേര്, പ്രോജക്റ്റ് ജി. അവനത് തുറന്നു. ആദ്യം വീഡിയോ പ്ലേ ആയി. സ്ക്രീനിൽ വിക്രം ഒരാളോട് പറയുന്നത് വ്യക്തമായി കേട്ടു. ഗൗരിയും നിരഞ്ജനും ഒരിക്കലും ഒന്നിക്കരുത്. അതിന് എത്ര ദൂരം പോകേണ്ടി വന്നാലും ഞാൻ പോകും. നിരഞ്ജൻ ഞെട്ടി. പക്ഷെ ആ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് വാതിലിൽ ശക്തമായി ആരോ മുട്ടി. പുറത്തുനിന്നൊരു ശബ്ദവും. നിരഞ്ജൻ സാർ, വാതിൽ തുറക്കൂ, പോലീസാണ്. നിരഞ്ജൻ ഒരു നിമിഷം നിശ്ചലനായി. നിരഞ്ജൻ വാതിൽ പതുക്കെ തുറന്നു. പുറത്ത് 2 പോലീസ് ഉദ്യോഗസ്ഥർ. പോലീസ് ഓഫീസർ പറഞ്ഞു. നിരഞ്ജൻ സാർ ആണോ? അതെ. നിങ്ങൾക്കെതിരെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. സ്റ്റേഷനിലേക്കൊന്ന് വരണം. നിരഞ്ജൻ അമ്പരന്നു. എന്തു പരാതിയാണ്? സ്കൂളിലെ ഒരു അധ്യാപികയെ ശല്യപ്പെടുത്തിയെന്നാണ് പരാതി. ആ വാക്കുകൾ കേട്ട് നിരഞ്ജൻ ഞെട്ടി. അത് കള്ളമാണ്. അത് സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. അതേസമയം ഗൗരി സ്കൂളിൽ ക്ലാസ് എടുക്കുകയാണ്. മാലിനി ടീച്ചർ ഓടിയെത്തി. ഗൗരി, വലിയ പ്രശ്നമാണ്. എന്താണ്? നിരഞ്ജൻ സാറിനെ പോലീസ് കൊണ്ടുപോയി. ഗൗരിയുടെ കയ്യിൽ നിന്ന് പുസ്തകം താഴെ വീണു. എന്തിനാണ്? ആരോ കള്ളപ്പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ. നിരഞ്ജൻ ഓഫീസറുടെ മുന്നിലിരിക്കുകയാണ്. നിങ്ങൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് അനഘ ടീച്ചറാണ്. നിരഞ്ജൻ ഞെട്ടി. അനഘയോ? അതൊരിക്കലും നടക്കില്ല.
അപ്പോഴാണ് സ്റ്റേഷന്റെ വാതിൽ തുറന്ന് അനഘ അകത്തേക്ക് വന്നത്. അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, സർ, ഞാനൊരു പരാതി നൽകിയിട്ടില്ല. മുറിയിലാകെ നിശബ്ദത. പക്ഷെ ഈ പരാതിയിൽ നിങ്ങളുടെ പേരും ഒപ്പുമുണ്ട്. അനഘ ആ പേപ്പർ നോക്കി. ഇതെന്റെ ഒപ്പല്ല, ആരോ വ്യാജമായി തയ്യാറാക്കിയതാണ്. നിരഞ്ജൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. അതേസമയം വിക്രം തന്റെ ഓഫീസിൽ TV വാർത്ത കാണുകയാണ്. പാലക്കാട് സ്കൂളിലെ അധ്യാപകനെതിരെ പരാതി. അവൻ ചെറുതായി ചിരിച്ചു. പക്ഷെ അപ്പോഴാണ് രാഘവൻ അകത്തേക്ക് വന്നത്. വിക്രമേട്ടാ, ഇത് കൈവിട്ടു പോവുകയാണ്. എന്താണ്? രാഘവൻ പറഞ്ഞു. അനഘ സ്റ്റേഷനിൽ പോയി സത്യം പറഞ്ഞു. വിക്രമിന്റെ മുഖം ആദ്യമായി മാറി. സ്റ്റേഷനിൽ ഓഫീസർ നിരഞ്ജനോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെ വിട്ടയക്കുകയാണ്. പക്ഷെ ഈ വ്യാജ പരാതി ആരാണ് നൽകിയതെന്ന് ഞങ്ങൾ അന്വേഷിക്കും. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഗൗരി അവിടെ കാത്തു നിൽക്കുകയാണ്. നിരഞ്ജൻ അവളെ കണ്ട് അമ്പരന്നു. ഗൗരി ഓടി വന്ന് അവന്റെ മുന്നിൽ നിന്നു. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. നിരഞ്ജന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം പോലും ഞാൻ സംശയിച്ചിട്ടില്ല. ഗൗരി ആദ്യമായി എല്ലാവരുടെയും മുന്നിൽ നിരഞ്ജന്റെ കൈ മുറുകെ പിടിച്ചു. ഇനി എന്തു വന്നാലും ഞാൻ കൂടെ ഉണ്ടാകും. അതേസമയം സുരേഷ് ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്നൊരു കവർ എടുത്തു. അതിലൊരു ഫയൽ. മുകളിൽ എഴുതിയിരിക്കുന്നത് വിക്രം, രഹസ്യ തെളിവുകൾ. അവൻ പതുക്കെ പറഞ്ഞു, ഇനി സത്യം മറഞ്ഞിരിക്കില്ല. പക്ഷെ അവന്റെ പിന്നിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. ആരോ ഒരു ഇരുമ്പുവടി ഉയർത്തി. അത് സുരേഷിന്റെ തലയിലേക്ക് അടിച്ചു. സുരേഷ് നിലത്തേക്ക് വീണു. ഫയൽ കയ്യിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് പോയി. ആ ഫയൽ എടുത്തത് ആരായിരുന്നു? സുരേഷ് നിലത്ത് രക്തത്തിൽ കിടക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വിക്രം, രഹസ്യ തെളിവുകൾ എന്ന ഫയൽ റോഡിലേക്ക് തെറിച്ചു വീണതും അതുവഴി വന്ന ഒരു ബൈക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. ബൈക്കിൽ നിന്നിറങ്ങിയ യുവാവ് ഫയൽ എടുത്തു. അത് അരുണായിരുന്നു, ഒരു പ്രാദേശിക ഓൺലൈൻ വാർത്താ റിപ്പോർട്ടർ. ഇതെന്താ? അപ്പോഴേക്കും സുരേഷിന്റെ ശബ്ദം കേട്ടു. ചേട്ടാ, ആ ഫയൽ സൂക്ഷിക്കണം. അരുൺ ഉടൻ ആംബുലൻസിനെ വിളിച്ചു. അതേസമയം വിക്രത്തിന്റെ ആളുകൾ അവിടെ എത്തി. പക്ഷെ ഫയൽ കാണാനില്ല. ഒരാൾ വിക്രമിനെ വിളിച്ചു. സർ, സുരേഷിനെ തടഞ്ഞു. പക്ഷെ ഫയൽ കിട്ടിയില്ല. വിക്രമിന്റെ മുഖം മാറി. എന്ത്? ഫയൽ എവിടെ പോയി? പിറ്റേന്ന് രാവിലെ ഗൗരി സ്കൂളിലെത്തിയപ്പോൾ മാലിനി ടീച്ചർ ഓടിയെത്തി. ഗൗരി, സുരേഷിനെ ഇന്നലെ രാത്രി ആക്രമിച്ചു. ഗൗരി ഞെട്ടി. ഇപ്പൊ എങ്ങനെയുണ്ട്? ICUവിലാണ്. പക്ഷെ ജീവൻ അപകടമില്ല. ഗൗരിയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത, ഇതെല്ലാം വിക്രമിന്റെ കളിയാണോ? പാലക്കാട്. നിരഞ്ജന്റെ ഫോൺ റിങ് ചെയ്തു. അപരിചിതമായൊരു നമ്പറാണ്. ഹലോ, അരുണാണ് വിളിക്കുന്നത്. ഒരു റിപ്പോർട്ടറാണ്. ഇന്നലെ രാത്രി ഒരു ഫയൽ എന്റെ കയ്യിൽ കിട്ടി. അതിന്റെ വിക്രമിനെ കുറിച്ചുള്ള ചില വിവരങ്ങളുണ്ട്. നിരഞ്ജൻ ഞെട്ടി. നിങ്ങൾ എവിടെയാണ്? നേരിട്ട് കാണണം. ഫോണിൽ പറയാൻ പറ്റില്ല. വൈകുന്നേരമായി. ഒരു ചെറിയ കഫേയിൽ അരുണും നിരഞ്ജനും കണ്ടുമുട്ടി. അരുൺ ഫയൽ മേശപ്പുറത്ത് വെച്ചു. ഞാനിത് തുറന്നു നോക്കിയിട്ടില്ല. ഇത് നിങ്ങളുടേതാണെന്ന് തോന്നി. നിരഞ്ജൻ ഫയൽ പതുക്കെ തുറന്നു. അതിൽ ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ, ചില ഫോട്ടോകൾ, പിന്നെ ഒരു കത്തും. ആ കത്ത് തുറന്നതും അവന്റെ കണ്ണുകൾ വികസിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് രാഘവൻ. ഗൗരിയെയും നിരഞ്ജനെയും വേർപെടുത്താൻ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കാം. താഴെ ഒപ്പും വിക്രം എന്ന പേരും. നിരഞ്ജനുടൻ ഗൗരിയെ വിളിച്ചു. ഗൗരി, നമ്മൾക്കെതിരെയുള്ള ആദ്യത്തെ യഥാർത്ഥ തെളിവ് കിട്ടിയിട്ടുണ്ട്. ഗൗരിയുടെ കണ്ണുകളിൽ പ്രതീക്ഷ തെളിഞ്ഞു. ഇനി സത്യം എല്ലാവരും അറിയും. പക്ഷെ അല്പം അകലെ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് വിക്രം ഇതെല്ലാം നോക്കുകയാണ്. അവൻ പതുക്കെ ഫോൺ എടുത്തു. അവരുടെ കയ്യിൽ ഫയൽ എത്തിയോ? മറുവശത്ത് നിന്ന് മറുപടി, അതെ സർ. വിക്രം ശാന്തമായി ചിരിച്ചു. നല്ലതാണ്. കാരണം അത് യഥാർത്ഥ ഫയലല്ല. നിരഞ്ജന്റെ കയ്യിലുണ്ടായിരുന്നത് വിക്രം മനഃപൂർവ്വം ഒരുക്കിയ ഒരു വ്യാജ തെളിവായിരുന്നു. കഫേയിൽ വിക്രം അയച്ച വ്യാജ ഫയൽ കയ്യിൽ പിടിച്ച് നിരഞ്ജൻ ആലോചനയിലാണ്. അപ്പോഴാണ് അരുൺ സംസാരിച്ചത്. സർ, ഒരു കാര്യം എനിക്ക് സംശയമുണ്ട്. നിരഞ്ജൻ ചോദിച്ചു. എന്താണ്? ഇത്ര വലിയ പദ്ധതികൾ ചെയ്യുന്ന ഒരാൾ സ്വന്തം ഒപ്പിട്ട് കത്തെഴുതുമോ? നിരഞ്ജൻ ആ കത്ത് വീണ്ടും നോക്കി. അരുണിന്റെ വാക്കുകൾ ശരിയാണെന്ന് അവന് തോന്നി. അപ്പോൾ ഇത് നമ്മളെ വഴിതെറ്റിക്കാൻ തയ്യാറാക്കിയതാണോ? അതേസമയം വിക്രം ഓഫീസിൽ ഇരുന്ന് രാഘവനോട് സംസാരിച്ചു. അവർ ആ ഫയൽ വിശ്വസിക്കുമോ? വിക്രം ചിരിച്ചു. കുറച്ചു സമയം അവർ അതിന്റെ പിന്നാലെ ഓടും. ആ സമയം കൊണ്ട് യഥാർത്ഥ തെളിവുകളെല്ലാം ഞാൻ ഇല്ലാതാക്കും. ആ രാത്രിയിൽ ആശുപത്രിയിൽ സുരേഷിന് ബോധം വീണ്ടെടുത്തു. മാലിനിയും ഗൗരിയും അവിടെ ഉണ്ടായിരുന്നു. സുരേഷ് പതുക്കെ കണ്ണു തുറന്നു. ഗൗരി സംസാരിച്ചു. സുരേഷ്, സംസാരിക്കാൻ കഴിയുമോ? സുരേഷ് പതുക്കെ തലകുലുക്കി. ടീച്ചർ, നിരഞ്ജൻ സാർ എവിടെയാണ്? ഗൗരി പറഞ്ഞു. അദ്ദേഹം വരുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം നിരഞ്ജനും ആശുപത്രിയിലെത്തി. സുരേഷ് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. സർ, നിങ്ങളുടെ കയ്യിൽ ഫയൽ, അത് വ്യാജമാണ്. നിരഞ്ജൻ ഞെട്ടി. എനിക്കറിയാമായിരുന്നു എന്തോ കുഴപ്പമുണ്ടെന്ന്. സുരേഷ് പറഞ്ഞു. യഥാർത്ഥ തെളിവ് മറ്റൊരിടത്താണ്. മുറിയിലാകെ നിശബ്ദത. നിരഞ്ജൻ ചോദിച്ചു. എവിടെയാണ്? സുരേഷ് ശ്വാസം വലിച്ചുകൊണ്ട് പറഞ്ഞു. പഴയ സ്കൂൾ കെട്ടിടത്തിലെ റെക്കോർഡ് റൂമിൽ. അവിടെ ഒരു ഇരുമ്പ് അലമാരയുണ്ട്. അതിന്റെ പിന്നിൽ ഒരു രഹസ്യ അറ. അതിനുള്ളിലാണ് വിക്രമിന്റെ യഥാർത്ഥ ഫയലുകൾ. ഗൗരിയും നിരഞ്ജനും പരസ്പരം നോക്കി.
അപ്പോഴാണ് ആശുപത്രി മുറിയുടെ വാതിൽ പുറത്തു നിന്നൊരു നിഴൽ അനങ്ങുന്നത് കണ്ടത്. സുരേഷ് അത് കണ്ടതും ഭയന്നു. സർ, അവർ ഇവിടെ എത്തിയിരിക്കുന്നു. നിരഞ്ജനുടൻ വാതിൽ തുറന്നു. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. തറയിലൊരു ചെറിയ കവർ മാത്രം. അതിലെഴുതിയിരുന്നത് സത്യം അന്വേഷിക്കുന്നവർ ജീവനോടെ ഇരിക്കില്ല. ഗൗരി ആ കുറിപ്പ് കണ്ടപ്പോൾ വിറച്ചു. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഗൗരി നിരഞ്ജനോട് പറഞ്ഞു, നിരഞ്ജൻ, ഇനി എന്തു ചെയ്യും? നിരഞ്ജൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇനി ഓടി ഒളിക്കില്ല. നാളെ രാത്രി നമ്മൾ ആ പഴയ സ്കൂളിൽ പോകും. ഗൗരി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞാനും കൂടെയുണ്ട്. അതേസമയം ദൂരെ ഇരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വിക്രം ഫോൺ എടുത്തു. അവർ റെക്കോർഡ് റൂമിലേക്ക് പോകുന്നു. അവർ എത്തും മുൻപ് ആ തെളിവുകൾ ഇല്ലാതാക്കൂ. ഫോൺ കട്ട് ചെയ്ത ശേഷം വിക്രം ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇനി കളിയുടെ അവസാന ഘട്ടം തുടങ്ങുകയാണ്.